നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ എന്നറിയപ്പെട്ട പ്രശസ്തനായ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനാണ് ബീർബൽ. ഒരു ഗ്രാമത്തിൽ ജനിച്ച ബീർബൽ സാധാരണ ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹേഷ് ദാസ് എന്നാണ്. പ്രത്യേകമായൊരു സാഹചര്യത്തിൽ അക്ബർ മഹാരാജാവിനെ കണ്ടുമുട്ടുകയും ആ കുട്ടിയുടെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്സിനാക്കുകയുമാണ് ചെയ്തത്. ബീർബൽ എന്ന പേരിലാണ് മഹേഷ് ദാസ് പ്രശസ്തനായത്. ഒരു നല്ല ഭരണാധികാരി, മികച്ച പടയാളി, പഴുതൊറ്റ ന്യായാധിപൻ, സഹൃദയനായ കവി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് ബീർബൽ. അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കുവാനും സഹായിക്കുവാനും വിമർശിക്കുവാനും തിരുത്താനുമൊക്കെയുള്ള അധികാരം, ആ സ്വാതന്ത്ര്യം ബീർബലിന് ചക്രവർത്തി നൽകിയിരുന്നു. നല്ലൊരു കവി കൂടിയായിരുന്നു ബീർബൽ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കവിതകൾ ഭരത്പൂർ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ബീർബൽ എങ്ങനെ അക്ബറുമായി പരിചയപ്പെട്ടു? ഒരു കുട്ടിയായിരുന്ന ബീർബലിനെ അക്ബർ കണ്ടെത്തിയ കഥയാണ് ഇന്ന് പറയുന്നത്. നായാട്ടിനിറങ്ങിയ അക്ബർ മഹാരാജാവ് ഒരിക്കൽ വഴിതെറ്റി കാട്ടിലകപ്പെട്ടു. വനത്തിനുള്ളിൽ കുറേ ചുറ്റിക്കറങ്ങിയിട്ടും ആഗ്രയിലേക്കുള്ള വഴി കണ്ടെത്താൻ അദ്ദേഹത്തിന് ആയില്ല. വിശപ്പും ദാഹവും കൊണ്ട് അക്ബർ ചക്രവർത്തി വലഞ്ഞു. ഒടുവിൽ അദ്ദേഹം തുറസായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. എന്നാൽ അവിടെ 3 വഴികളുണ്ടായിരുന്നു. അതിൽ ഏതു വഴിയെ പോയാൽ നഗരത്തിലെത്താനാവുമെന്ന് ചിന്തിച്ച് അദ്ദേഹം കുറേ നേരം അവിടെ നിന്നു. അപ്പോഴാണ് അതിലെ ഒരു ബ്രാഹ്മണ ബാലൻ വന്നത്. രാജാവ് അവനോട് ചോദിച്ചു, ഹേയ് കുട്ടി, ഈ വഴികളിൽ ഏതാണ് ആഗ്രയിലേക്ക് പോകുന്നത്? ചോദ്യം കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബാലൻ പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്? ഏതെങ്കിലും വഴി നഗരത്തിലേക്ക് പോകുമോ? സഞ്ചരിക്കുന്ന വഴിയെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുകയാണ്. വഴിയല്ല, വഴിയിലൂടെ നടന്നാലല്ലേ ലക്ഷ്യം പ്രാപിക്കൂ. ബാലൻ്റെ ഈ ചോദ്യം കേട്ട് രാജാവ് അല്പമൊന്ന് ഇളിഭ്യനായി. എങ്കിലും ആ കുട്ടിയുടെ നർമ്മബോധം അക്ബർ ചക്രവർത്തിക്ക് രസിച്ചു. മഹേഷ് ദാസ് എന്നാണ് അവൻ്റെ പേരെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് താൻ ഇതുവരെ സംസാരിച്ചത് ആഗ്രയിലെ അക്ബർ മഹാരാജാവിനോടാണെന്ന് അവന് മനസ്സിലായത്. അക്ബർ മഹാരാജാവ് തൻ്റെ രത്നമോതിരം ഊരി ആ ബാലന് സമ്മാനിക്കുകയും അവനെ രാജധാനിയിൽ വന്നു കാണണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അനന്തരം അവൻ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ അക്ബർ മഹാരാജാവ് ആഗ്രയിലെത്തി. മഹേഷ് ദാസ് എന്ന ആ ബാലനാണ് പിന്നീട് ബീർബൽ എന്ന പേരിൽ പ്രസിദ്ധനായതും അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒന്നാമനായി മാറിയതും ഈ ബാലനാണ്. ഇത് ബീർബലിനെ പറ്റിയുള്ള ഒരു ചുരുക്കം കഥയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.